എന്നെ നോക്കണ്ട, എനിക്കൊന്നും അറിഞ്ഞൂടാ. ചേച്ചി ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ, ഒക്കെ മറന്നുപോയി. അങ്ങനെയൊന്നും ആയാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ആ പുണ്യെണ്ണ അറിയോ? അല്ല, എനിക്കറിയേണ്ട കാര്യമില്ല, ഞാൻ നേരത്തെ പഠിച്ചില്ലല്ലോ. ആ പിന്നെ എന്താ മോളെ ചോദിച്ചു? പിന്നെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാന്ന്? അത് പറഞ്ഞോ? ആർക്കറിയത്? ഈ ബേസിക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പോലും നിങ്ങൾ ഒരു ഉത്തരം പറഞ്ഞില്ലേ? ഇത് എളുപ്പമുള്ള ചോദ്യല്ലേ? ഇത് എളുപ്പമുള്ള ചോദ്യമാണോ? ആ വെറുതെ അല്ല മോളെ, ക്യാപ്റ്റന്റെ ചെറിയ ചെക്കല്ലേ അവൻ എല്ലാത്തിനും ഒരു ഉത്തരം പറഞ്ഞത്. അതെ, നിങ്ങൾ ഇങ്ങനെ തന്നെ വർത്താനം പറയണ്ട കുമാരി. ഇവരോട് ചോദ്യം ചോദിച്ചു, ഇവര് രണ്ടാളും ഉത്തരം ഒന്നും പറയില്ല. നീ ഇരുന്ന് പഠിക്കാൻ നോക്ക്. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഷായന, അവള് പഠിക്കട്ടെ. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ? വേണ്ട കുമാരി, ഇവള് ഇടയ്ക്കിടയ്ക്ക് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാന്നറിയോ? നീ പഠിക്കാതിരിക്കാനാ. അപ്പൊ നിനക്ക് ഉത്തരം തെറ്റുമല്ലോ. അപ്പൊ 250 രൂപ തരാന്ന് പറഞ്ഞ് അവളെ തരേണ്ട കാര്യമില്ലല്ലോ. എന്ത് പൊട്ടത്തരാ പുണ്യേട്ടാ പറയുന്നേ? എന്ത്? ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞാലല്ലേ എനിക്ക് അവിടുന്ന് ആ 3 കൊല്ലത്തെ പൈസ കിട്ടുള്ളൂ. അത് നേരാണല്ലോ. എന്നാ പിന്നെ ചോദിച്ചോ. ചേച്ചിക്ക് പഠിക്കാൻ പണ്ടേ ഇഷ്ടായിരുന്നോ? ഇഷ്ടായിരുന്നോന്നോ? പഠിക്കാൻ വേണ്ടിട്ടാണ് കുമാരി ജനിച്ചതന്നെ. പുണ്യേട്ടൻ ഇടി അങ്ങനെയൊന്നുമല്ല കേട്ടോ. സത്യത്തിൽ സ്കൂളിൽ പോകാൻ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നെ എപ്പോഴോ മനസ്സിൽ കേറി പറ്റി നന്നായിട്ട് പഠിച്ചെങ്കിലേ ഒരു നല്ല നിലയിൽ എത്തുള്ളൂ. പഠിക്കാത്തൊരു നല്ല നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, പറഞ്ഞേ ഉള്ളൂ. ചേച്ചി എനിക്കും പഠിക്കാൻ പണ്ട് ഇഷ്ടായിരുന്നു, പിന്നെ എപ്പോഴോ അതങ്ങ് വിട്ടുപോയി. അത് സാരല്ല, നിനക്ക് ഇനിയും പഠിക്കാലോ. ഇനിയിപ്പൊ അതിനൊക്കെ എവിടെയാ സമയം? എടി, അതിനൊക്കെ നമ്മള് സമയം കണ്ടെത്തണം. നമ്മൾ വിചാരിച്ച നടക്കാത്ത ഒന്നുമില്ല. അതെ, നിങ്ങൾ പഠിക്കണ്ടേ പെട്ടെന്ന് പഠിച്ചോ. വാവ എണീറ്റ് കഴിഞ്ഞാൽ കുമാരിയെ കിട്ടില്ല കേട്ടോ. അത് ശരിയാ. ചേച്ചി എന്നെ പഠിച്ചോ? അതിനു മുമ്പ് നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കാം. അതെ, രമണിക്ക് പുല്ല് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, മറന്നുപോയി. ഞാൻ പോയി. വേണ്ട, രണ്ടുപേരും അവിടെ ഇരുന്നാ മതി. എളുപ്പമുള്ള ചോദ്യമാണ്, ഉത്തരം പറയണം. അതെ, ഞാൻ ഈ ക്ലാസ്സിലൊന്നുള്ള ആളല്ല കേട്ടോ. പക്ഷെ ഇത് അപ്പുണ്ണേണ്ണ അറിയാൻ പറ്റും, അതല്ലേ ഞാൻ ചോദിക്കാൻ പോണേ. ചോദിക്കും. നമ്മുടെ കൃഷി മന്ത്രി ആരാണ്? ഇതിന്റെ ഉത്തരേ അപ്പുണ്ണേട്ടൻ പറയണം. അപ്പുണ്ണേട്ടനല്ലേ വലിയ കൃഷിക്കാരൻ. കൃഷിക്കാരനാന്ന് ചോദിച്ചിട്ട് കൃഷി മന്ത്രിനെ അറിയണമെന്നൊന്നുമില്ല. നന്നായിട്ട് കൃഷി ചെയ്താൽ മതി. അങ്ങനെയൊന്നും അല്ല, കൃഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കണല്ലേ, അപ്പൊ അറിയണം. എനിക്കറിയില്ല. രമേശ് ചെന്നിത്തല. ഇവൻ ചോദിച്ചതാണോന്ന്? അല്ല. അല്ലേ? അല്ല. അപ്പൊ കേരളത്തിലെ കൃഷിമന്ത്രി ആരാ? കേരളത്തിലെ കൃഷിമന്ത്രി പി പ്രസാദ്. പി പ്രസാദ് സാറിനെ എനിക്കറിയാം. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? സൊസൈറ്റിന്ന്. ആള് സൊസൈറ്റിയിൽ വരാറുണ്ടോ? അല്ല, സൊസൈറ്റിയിൽ ഈ മന്ത്രിയുടെ ചിത്രമുണ്ട്, പോസ്റ്റർ. എന്തോ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എന്താ ഉത്തരം പറയാത്തെ? എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. നന്നായി. ഞാൻ പഠിക്കട്ടെ. വേഗം പഠിച്ചോ. ഇനി ശല്യപ്പെടുത്തരുത് കേട്ടോ കുമാരിനെ. ചേച്ചി ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? ഷായന, നിന്നോട് ഞാൻ പറഞ്ഞില്ല കുമാരിനെ ശല്യം ചെയ്യണ്ടെന്ന്. നീ മോനെ എണീറ്റ് അവിടെ ഒരു പഠിത്തം നടക്കൂല കേട്ടോ. 3 പേരോട് ഞാൻ പറയാണ്, ഇനി ആരും ഇവിടെ മിണ്ടരുത്. ഞാൻ സീരിയസ് ആയിട്ട് പഠിക്കാൻ പോവാ. ഇതിപ്പോ PSC പരീക്ഷയ്ക്ക് പോണേക്കാട്ടിൽ ടെൻഷനാ എനിക്ക്. അവിടെ ചെല്ലുമ്പോ അയാൾ ഇനി എന്തൊക്കെയാ ചോദിക്കാന്ന് ആർക്കറിയാ? എല്ലാം ഒന്ന് കവർ ചെയ്യണ്ടേ. ചേച്ചി നിൽക്കുന്നതാണ് ക്വിസ് മാസ്റ്റർ. എന്ത് പട്ടാളം? പക്ഷേ ഒരു പട്ടാളക്കാരന്റെ ലുക്കൊന്നും ഇല്ലല്ലോ. അങ്ങേര് റിട്ടയർഡ് ആയതാ. എന്നാലും താടിയൊക്കെ വെച്ച പട്ടാളക്കാരുണ്ടാവും. റിട്ടയർഡാന്ന് പറഞ്ഞില്ലേ? എന്നാ അപ്പൊ കയ്യിലൊരു തോക്കുണ്ട്, അത് പുറത്തെടുക്കും മനസ്സിലാവും. പട്ടാളം അല്ലയോ? നടക്ക്. പട്ടാളം ചേട്ടാ,
ഞങ്ങള് വീണ്ടും വന്നു. നിങ്ങൾ പിന്നെയും വന്ന? ഞങ്ങള് പിന്നെയും വന്നു. കൊള്ളാം. അല്ല, ആരാണ് ഈ പുതിയ ആള്? ഇതെന്റെ ഷാഹിന മുതലാളിയുടെ പുതിയ ബിസിനസ് പാർട്ണർ കുമാരി മുതലാളി. ഓഹോ, നമസ്കാരം. അല്ല, എല്ലാരും കൂടി എന്താ ഈ വഴിക്ക്? നമ്മൾ ക്യാബിന്റെ പൈസ പിരിക്കാൻ വന്ന് ഇന്ന് ഇവിടുന്ന് പൈസ പിരിച്ചേ പോവും. ഓ, അത്തിരി. അപ്പൊ ആരാ ഹോട്ട് സീറ്റിൽ ഇരിക്കണേ? കുമാരി ചേച്ചി കൊള്ളാം. റെഡിയല്ലേ? ആണെന്ന് പറ. ഓക്കെ. രണ്ട് കസേര എടുത്ത് പുറത്തിട്ടെ. അതല്ലേ കറക്റ്റ്. തുടക്കം കറക്റ്റാ. എങ്കിൽ ആരംഭിക്കാം. വാ, വന്നേ, വരൂ. അതെ, ആ ബുക്ക് അടയ്ക്കോ? വന്നിരിക്കൂ. എന്തേ? അത് ഹോട്ട് സീറ്റ് ആണെന്ന് ഓർത്തില്ല. ആരാ മത്സരാർത്ഥി? ഇരിക്കും. ആ ബുക്ക് ഇങ്ങോട്ട് വരൂ. ബുക്ക് തരൂ. കൊടുത്ത് തിരിച്ച് ആ ബുക്ക് നോക്കിയാ ചോദിക്കണേ. ഈ ബുക്ക് നോക്കി ചോദിക്കാനല്ല, ഇത് മാറ്റി വെക്കാൻ വേണ്ടിയാ. നിങ്ങൾ കോപ്പി അടിച്ചാലോ? ശരി, അപ്പൊ തുടങ്ങാം. ഒരു മിനിറ്റ്. തുടങ്ങാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ ചലച്ചിത്രം ഏത്? രാജ ഹരിശ്ചന്ദ്ര. ശരിയല്ലേ? ശരിയാണ്. അല്ല, ഹരിശ്ചന്ദ്ര ഏതാ പടം? ഹരിശ്ചന്ദ്ര ഞാൻ കണ്ടിട്ടാ. മലയാളത്തിൽ ആദ്യത്തെ ബാലഘട്ടനാന്ന് എനിക്കറിയാം. ബാലേട്ടനല്ല, ബാലൻ. അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരു ബഹുമാനം കൊടുത്ത കുറെ കൊല്ലായില്ലേ, അപ്പൊ ബാലഘട്ടൻ. അതെ, മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏത്? കേരളത്തിൽ അങ്ങനെ ജില്ലയുണ്ടോ? ആ ചോദ്യം ഒന്ന് പുനഃപരിശോധിക്കണം. അതിന് തെറ്റുണ്ട്. മിണ്ടല്ലേ, ഞാൻ പറയാം. ആലപ്പുഴ. ചേച്ചി ഉത്തരം തെറ്റാൻ തോന്നുന്നു. വെനീസ് പുറത്തല്ലേ? ഒന്ന് മിണ്ടാതിരിക്കടി. ശരിയല്ലേ സാറേ? ആലപ്പുഴയല്ലേ? ശരി ഉത്തരം. കണ്ട, പഠിച്ചു വന്നതിന്റെ ഗുണം അത്. അതന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഒന്ന് മിണ്ടാതെ നിൽക്കുക, എന്റെ ശ്രദ്ധ പോകുന്നു. സാറ് ചോദിച്ചോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷിമന്ത്രിയുടെ പേരെന്ത്? ഇതെന്തായാലും ചേച്ചി ഉത്തരം പറയും. അതെന്ത്? ഞങ്ങളെ ഇന്നലെ പഠിച്ച ചോദ്യം ഇത്. ചേച്ചി അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്. കേരളത്തിലെ കൃഷി മന്ത്രി പി പ്രസാദ്. ശരിയല്ലേ സാറേ? ശരിയല്ലേ? ആണോ? ഉത്തരം ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏത്? സാറേ അതെനിക്കറിയാം. ഞാൻ പറയട്ടെ. ഇല്ല, ഞാനല്ലേ പറയണ്ടേ? ചേച്ചി എനിക്കറിയാം. ഞാൻ പറയട്ടെ. പ്ലൂട്ടോ. അല്ലല്ല സാറേ, ഞാനല്ലേ ഹോട്ട് സീറ്റിൽ ഇരിക്കണേ. എന്റെ ആൻസർ എടുത്താൽ മതി. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. ഉത്തരം ശരിയാണ്. അപ്പൊ പ്ലൂട്ടോ അല്ലേ? ഞാൻ പഠിക്കുമ്പോ പ്ലൂട്ടോ ആയിരുന്നല്ലോ. പ്ലൂട്ടോ ഇപ്പൊ ഗ്രഹമല്ല, അത് പണ്ട്. ഇപ്പൊ ബുധനാ ഏറ്റവും ചെറുത്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. അതെനിക്ക് എനിക്ക് എന്നോടും പറയാനുള്ളത്. സാർ അടുത്ത ചോദ്യം ചോദിച്ചോ? ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ച ഭരണാധികാരിയുടെ പേരെന്ത്? പട്ടാളം ചേട്ടൻ ഇന്ത്യൻ പട്ടാളക്കാരനാണല്ലോ. പുറം രാജ്യത്തെ ചോദ്യം നമുക്ക് ഒഴിവാക്കിയാലോ? ചോദ്യം ഒഴിവാക്കാൻ പറ്റില്ല. ഉത്തരം ഒഴിവാക്കാൻ പറ്റുമോ? പറ്റൂല. ഒന്നും മിണ്ടാതിരിടോ. ചോദ്യം ഒരിക്കൽ കൂടി. ചൈനയിലെ വൻമതിൽ നിർമ്മിച്ച ഭരണാധികാരിയുടെ പേര്? ചേച്ചി പറ. ചേച്ചിക്ക് അറിയില്ലേ? എനിക്കറിയാം, പക്ഷെ ഓർമ്മ കിട്ടണല്ലോ. ആവശ്യമുള്ള ഓർമ്മ കിട്ടില്ല. ഇവിടെ വന്ന് നിൽക്കണ്ട്, കിട്ടണില്ല. അതെ, സംഭവം ചൈനയല്ലേ? ഉത്തരം കിട്ടുന്നില്ലേ? ഒരു കുഴപ്പമില്ല. ചൈനയിലത്തെ ആൾക്കാരുടെ പേരല്ലേ? എന്ത് പേര് പറയുമ്പോ മൂക്ക് പിടിച്ച് പറഞ്ഞാൽ മതി. ഉദാഹരണം ഒരു പേര് ഞാൻ ഓർക്കട്ടെ. പറയൂ, ഉത്തരം പറയൂ. സാർ ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്നുമില്ല.
20 വരെ എണ്ണും, അതിനുള്ളിൽ ഉത്തരം പറഞ്ഞിരിക്കണം. മോനെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7, കിട്ടിയോ? ടിക് ടിക് 8, ടിക് ടിക് 9, ടിക് ടിക് 10. എനിക്കറിയോ ചിൻഷിയാൻ ശരിയല്ലേ? ഉത്തരം ശരിയാണ്. 19 പറയാൻ വിചാരിച്ചു. അപ്പൊ സാറേ കാശ് തരല്ലേ? പിന്നെന്തേ, ക്യാഷ് ഒക്കെ എപ്പോഴേ റെഡി. അപ്പൊ ഇതാ ജയിച്ച ആൾക്ക് ക്യാഷ്. ഇക്ക റെസീറ്റ് നാളെ തരേ. കുറച്ച് കണക്കൊന്ന് കൂട്ടിയെ കണ്ടത്. തിരക്കില്ല. അപ്പൊ സാറേ അടുത്ത മാസം തൊട്ട് കാശ് ചോദിക്കാൻ ചേച്ചിയാണ് വരുന്നത്. ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞിട്ട് കാശ് കൊടുത്താൽ മതി. ആ പിന്നെ കുറച്ചും കൂടി ടഫ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെക്കണേ. സാർ എന്റെ ബുക്ക്. ഓ മോനെ ബുക്ക് പഠിക്കാൻ. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരിയാണോ? പോട്ടെ. ഷാഹിന ഒരു മിനിറ്റ്, നിങ്ങൾ നടന്നോ? ആ ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ശരി. മോനകത്തേക്ക് വെക്കോ. എന്താ സാറേ? ഷാഹിന, അമ്പിളി എനിക്ക് പണ്ട് മുതലേ അറിയായിരുന്നു. അവനും അവന്റെ ചേട്ടനെ പോലെ നന്നായിട്ട് പഠിച്ച് ഒരു സർക്കാർ ഉദ്യോഗം ലഭിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. അന്ന് ഞാൻ കണക്ഷൻ എടുക്കുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുടെയും കാര്യമൊക്കെ ഞാൻ അവനോട് പറഞ്ഞത്. അവസാനം എന്തു പറ്റി? അവൻ എൻ്റെ ചോദ്യങ്ങളെ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാതെയായി. ജീവിതത്തിൽ നിന്നും ഒരുപാട് ഒളിച്ചോടിയതാണ് അവൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് മോൾക്ക് എന്നോടൊന്നും തോന്നരുത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല സാർ. പ്രശ്നമുണ്ട്. അതെന്താ? മോളും ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? അതുകൊണ്ടാണല്ലോ മോള് ജയിക്കാൻ വേണ്ടി ആളെ കൂട്ടി വന്നത്. ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ തോറ്റുപോകും. എന്നാ ശരി, മോള് പോയിക്കോ. അവളെ കാണുന്നില്ലല്ലോ മജീദേ. ബലരാമേട്ട ഒന്ന് സമാധാനപ്പെട്, അവള് വരും. അല്ല, അവള് ഇങ്ങോട്ടല്ലേ വരുന്നത്? എന്ത് വാർത്താനാ ബലരാമേട്ട ഈ പറയുന്നത്? ഇങ്ങോട്ടല്ല പിന്നെ വേറെ എങ്ങോട്ട് പോവാനാ? ഓ മജീദ് കാക്കനാടുന്നല്ലേ വരണേ? ആ കാക്കനാട് അവള് ചാർജ് എടുത്തിരിക്കുന്നേ. അത് നന്നായി. കാക്കനാടായതുകൊണ്ട് എന്നും പോയിട്ട് വരാലോ. അതെ അതെ. അല്ലിക്ക ഇപ്പൊ വരുമെന്നെല്ലാം പറഞ്ഞായിരുന്നോ? ആ ചാർജ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിന്നാ പറഞ്ഞേ. ഇന്നപ്പോ എത്തും. എന്റെ മോള് രക്ഷപ്പെട്ടു. എത്തിയില്ലമ്മേ, വന്നോണ്ടിരിക്കണുള്ളൂ. വണ്ടി വരണ ഒച്ച പോലെ തോന്നി. ഏയ് ഇപ്പൊ വരും. അതെ. അമ്മേ പായസം വെച്ചിട്ടില്ലേ? 3 കൂട്ടം പായസം വെച്ചിട്ടുണ്ട്. അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ സീതേച്ചി. സാരമില്ല സൊല്ലു, വൈകുന്നേരം നമുക്ക് 7 കൂട്ടം വെക്കാം, എന്നിട്ട് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കാം. എന്തായാലും കൊടിവെച്ച കാറിൽ കൊച്ചിയിലൊന്ന് കറങ്ങണം. കൊട്ടിലെ പാട്ടേക്ക് ആദ്യമായിട്ടോ ഇങ്ങനെ ഒരാള് വരാൻ പോണേ. അതാ വണ്ടി വന്നു. അവതാരപ്പിറവിയുടെ മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച മൂർത്തിയുടെ പേര് ഷാഹിന IAS. സുലുവിന്റെ മജീദിന്റെ മോള്. അതെന്ത് വർത്താനാ സൊല്ലു? അപ്പൊ ഞാനാരും അല്ലേ? അയ്യോ, തീർന്നിട്ടില്ല, അടുത്തത് പറയാൻ പോലെ. ബലരാമന്റെ സീതാലക്ഷ്മിയുടെ മരുമകൾ.
അവള് പ്രാർത്ഥിക്കാൻ വന്നതാ, മൈൻഡ് ചെയ്യാണ്ട് പോകുന്നതല്ല. ഗുരുത്തമുള്ള കൊച്ചാ. ഉമ്മ, അമ്മ, അപ്പച്ചി, അപ്പുണ്ണേട്ടാ, വാപ്പ, മാമ, അച്ഛ. ഇതെന്താ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നേ? ഇത് ഞാനാ, ഷാഹിന IAS. ഞങ്ങളെ ഒരു കളക്ടറിനെ എത്ര അടുത്ത് കണ്ടാ ആദ്യാട്ടാ. മക്കള് ചാർജ് എടുത്തോ? കാക്കനാട് കളക്ടറേറ്റ് ചാർജ് എടുത്തച്ചാ. ഒഫീഷ്യലായിട്ട് ആദ്യത്തെ ഫയല് സൈൻ ചെയ്തിട്ടാ ഞാൻ വന്നേ. ഏത് ഫയലാ ആദ്യം സൈൻ ചെയ്തേ? അപ്പുണ്ണേട്ടാ, അപ്പുണ്ണേട്ടൻ എന്നോട് പറഞ്ഞതുപോലെ എല്ലാ ക്ഷീര കർഷകർക്കും മാസം 1 ലക്ഷം വീതം പെൻഷൻ. അല്ലെങ്കിലും അമ്മയ്ക്ക് അറിയാം എന്റെ മോള് പാവങ്ങളുടെ കളക്ടറാ. കളക്ടറേറ്റ് ഒക്കെ എങ്ങനെയുണ്ട് മോളെ? അപ്പച്ചി, അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നിങ്ങൾ പഠിച്ച ഇന്ത്യ അല്ല, അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ. കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും കുഷ്ഠരോഗികളുടെയും തോട്ടികളുടെയും ഇന്ത്യ. ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ച് ചോര തുപ്പുന്നവന്റെ ഇന്ത്യ. വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയതിന് ഭർത്താവിനെ ശാസിച്ച് അത്താഴപ്പട്ടിണി കിടന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം ഗർഭപാത്രം വരെ വിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ആ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം. എന്താ ഇവിടെ? ഇതേ ഷാഹിന കളക്ടറായിട്ട് വന്നിരിക്കുന്നു. എന്താ? അവള് IAS കാരിയായിന്ന്. കളക്ടറോ? ആ, നീയോ? അതെ, +2 പാസ്സാവാത്ത ഇവളെങ്ങനെ IAS ആയത്? അത് ശരിയാണല്ലോ. +2 പാസ്സാകാത്ത നീ എങ്ങനെ IAS കാരിയായത്? സുലു, ശരിയാണല്ലോ. +2 പാസ്സാവാത്ത നീ എങ്ങനെ IAS കാരിയായി? ഇക്ക അപ്പുണ്ണി, അതെ +2 പാസ്സാവട്ടെ നീ എങ്ങനെ IAS കാരിയായത് ഷാഹിന? അത് ശരിയാണല്ലോ. +2 പാസ്സാവും ഞാൻ എങ്ങനെ IAS ആയത്? +2 പാസ്സാവാതെ IAS കിട്ടില്ലേ? ശരിയാണല്ലോ, +2 പാസ്സാവാതെ IAS കിട്ടൂലല്ലോ. പണ്ടങ്ങ് നല്ലോണം പഠിച്ചാൽ മതിയായിരുന്നു. എന്നാ പിന്നെ എനിക്കിപ്പോൾ IAS ഒക്കെ ആവായിരുന്നു. ഒരു ഇഡ്ഡലി കൊണ്ടാ, ഒരു ഇഡ്ഡലി കൊണ്ടാ. അത് ആദ്യം കഴിച്ചു തീർക്ക്. അല്ല, ഒന്നുകൂടി കൊണ്ടാ. ആ പ്ലേറ്റ് വെച്ചാലേ സമാധാനം. ജമാലെ, ആ പാത്രത്തിലുള്ള ഇഡ്ഡലി മുഴുവൻ കഴിച്ചു തീർത്തിട്ടേ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് ആ ശിവാന്തേട്ടന്റെ വീട്ടിൽ പോയിട്ടേ വളം എടുക്കണ്ടാണ് കേട്ടോ. ഞാൻ ഇതാണ് കുപ്പിന്ന് വന്ന ഭൂത പുണ്യെ. രാവിലെ തൊട്ട് തുടങ്ങിയ പണിയാ. ഈ ഭക്ഷണം കഴിക്കണ്ടോട്ടാ പണി എടുക്കുന്നത് തന്നെ. ഇതിട്ട് വല്ലാത്ത പണി. ഒരു വിശ്രമമൊക്കെ വേണ്ടേ? അതെ, അധ്വാനിക്കുന്നവർക്ക് വിശ്രമം വേണ്ടാന്നാ അറിയോ? ആരാ പറഞ്ഞ അങ്ങനെ? ആരും പറയണ്ട, അതൊക്കെ ഓർത്താ മതി. നന്നായിട്ട് അധ്വാനിക്കുന്നവർക്ക് എന്തിനാ വിശ്രമം? പണി എടുക്കുന്നവരല്ലോ വിശ്രമിക്കേണ്ടത്. പണി എടുക്കാത്തവരാണ് വിശ്രമിക്കേണ്ടത്. എന്ത് പറയണേ? പണി എടുക്കുന്നവരാണ് വിശ്രമിക്കേണ്ടത്. ഇന്നൊരു പങ്കിമാവനോട് എന്ത് പണിയെടുത്തിട്ടാ വിശ്രമിക്കണേ? അത് മടി കൊണ്ട്. അതുപോലെ ഞാൻ വെറുതെ ഒരു പൊട്ടത്തിന് പറഞ്ഞോണ്ടിരിക്കുക. ഞാനൊരു തമാശ പറഞ്ഞാണ്. തമാശ കേട്ട് കൊണ്ടേ കുടിക്കും. അല്ല മോനെ എണീക്കോ അപ്പൊ? പിന്നെ അപ്പുണ്ണിയുടെ ഈ തമാശ കേട്ടിട്ട് ചിരിച്ച് അവൻ എണീക്കും.
എന്തേ ഷൈന മുതലാളി ഇന്ന് നേരത്തെ ആണല്ലോ? അത് ചേച്ചി ഇന്നലെ കുറച്ച് കണക്ക് നോക്കാണ്ടായിരുന്നു, അപ്പൊ കിടക്കാൻ ലേറ്റ് ആയി പോയി. ഓ, അപ്പൊ എണീക്കാനും വൈകിപ്പോയി അല്ലേ? ഇരിക്കും ബാ കഴിക്കും ഇഡലി. എനിക്കിപ്പോ കഴിക്കാൻ വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്താടി? അതെ, ഞാനൊരു സംശയം ചോദിക്കട്ടെ ചേച്ചി? ഈ IAS എഴുതാനേ എന്താ വേണ്ടേ?